എന്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും നിങ്ങൾക്ക് സ്നാനം നൽകും. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികളുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും. ഇന്ന് ചില പ്രതീകങ്ങളെക്കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ ചില പ്രതീകങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നത് ജലമാണ്. ജലത്തിന്റെ ഉപയോഗം നമുക്കറിയാം. ജലം നമുക്ക് നമ്മുടെ ദാഹം മാറ്റുന്നു. അതുപോലെ ജലം നമ്മളെ ശുദ്ധീകരിക്കുന്നു. ജലം നമുക്ക് ജീവന്റെ ഉറവയായിട്ട് ജീവൻ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രളയത്തില് ജലം കൊണ്ട് വിശുദ്ധീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇസ്രായേൽ ജനം ചെങ്കടൽ കടക്കുന്നത്, ജോർദാൻ നദി കടക്കുന്നത്, പിന്നീട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്നാപയോഹന്നാൻ ജലം കൊണ്ട് ജനത്തെ മാമോദീസ നൽകുന്നത് മാനസാന്തരത്തിലേക്കും ഒക്കെ നയിക്കുന്നു. എന്നാൽ ഈശോയാണ് യഥാർത്ഥത്തിൽ പറയുന്നത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ കുടിക്കട്ടെ. അവരുടെ ഹൃദയത്തിൽ ജീവജലത്തിന്റെ അരുവികളുണ്ട്. പഴയ നിയമത്തിൽ കാണുന്നുണ്ട് എസെക്കിയായുടെ പ്രവചനം. ആൾക്കാരെ അടിയിൽ നിന്നും ഒരു നീരുറവ പൊട്ടിപ്പുറപ്പെടുന്നത് ഒരു വലിയൊരു നദിയായിട്ട് മാറുന്നത്. രണ്ടാമത്തെ പ്രതീകമാണ് കാറ്റ്. കാറ്റ് നമുക്കറിയാം വളരെ അദൃശ്യമായ ഒരു ശക്തിയാണ്. പരിശുദ്ധാത്മാവ് അദൃശ്യമായി നമ്മൾ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിലെ മന്ദമാരുതനിൽ പ്രവാചകൻ ദൈവത്തെ ദർശിക്കുന്നത് നമ്മൾ കാണുന്നു. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അത് എവിടെ നിന്ന് വരുന്നെന്നും എവിടേക്ക് പോകുന്നതെന്നും നാം അറിയുന്നില്ല. എന്നാൽ അതുപോലെയാണ് പരിശുദ്ധാത്മാവിൽ ജനിച്ച ഏവരും. പന്തക്കോസ്താ ദിവസം ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു ശബ്ദമുണ്ടായി. ആ ശബ്ദം അവർ താമസിക്കുന്ന ആ വീട് നിറഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുവെന്ന് നമ്മൾ കാണുന്നു. മൂന്നാമത്തെ പ്രത്യേകമായിട്ട് ഞാൻ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അഗ്നിയാണ്. അഗ്നി നമ്മളെ വിശുദ്ധീകരിക്കുന്നു. അതുപോലെ അഗ്നി നമുക്ക് പ്രകാശം നൽകുന്നു. അഗ്നി നമുക്ക് ചൂട് നൽകുന്നു. അതുപോലെയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്തിൽ നമുക്കെല്ലാം വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെ പൂർണ്ണമായും വിശുദ്ധീകരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാലാമത്തെ പ്രതീകമായിട്ട് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രാവാണ്. നോക്കിയാൽ പ്രാവ് വെണ്മയുടെയും വിശുദ്ധിയുടെയും അതുപോലെ ശാന്തതയുടെയും ഒക്കെ പ്രതീകമാണ്. ഈശോയുടെ മാമോദീസായുടെ സമയത്ത് സ്വർഗം തുറക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ നിറഞ്ഞു വരുന്നു. അഞ്ചാമത്തെ പ്രതീകമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തൈലമാണ്. വിശുദ്ധ തൈലം. പ്രവാചകന്മാരെയും അതുപോലെ പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് നമ്മൾ പഴയത്തിൽ കാണുന്നു. ദൈവത്തിന്റെ ദൗത്യം നിർവഹിക്കുവാനായിട്ട് ഒരു തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രത്യേകമായി മാറ്റിവെക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഈശോ പറയുന്നത്, പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്, അവിടുന്ന് തന്നെ ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അഭിഷേകം ചെയ്തു. ഈശോ അഭിഷിക്തനാണ്. ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തരാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവസാനമായിട്ട് മേഘം. നമുക്കറിയാം, പഴയ നിയമത്തില് മേഘം ഇസ്രായേൽ ജനത്തിന് തണൽ നൽകുന്നതും അതുപോലെ സംരക്ഷണം നൽകുന്നതും മേഘത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. ഇസ്രായേൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ആ മേഘം അവർക്ക് തണലായി. അതുപോലെ മേഘത്തിൽ നിന്നാണ് മഴ വരുന്നത്, ജലമുണ്ടാകുന്നത് നമുക്കറിയാം. നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. അതുപോലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് ഈ ദിവസങ്ങളൊക്കെ ഉണ്ടാകട്ടെ. അപ്പസ്തലന്മാരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, ഓരോ ജേസസ്യൂത്തും പന്തക്കോസ്തായുടെ ശക്തിയാൽ രൂപാന്തരപ്പെടുവാനും അങ്ങയുടെ പുത്രൻ്റെ ഉത്തമ മിഷണറി സാക്ഷികളായി ഐക്യപ്പെടുവാനും പ്രാർത്ഥിക്കണം.